ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്റെ വീട് മുറ്റത്തുള്ള രണ്ട് മരങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ചിക്കുമരം. 3 വർഷമായിട്ടുള്ളൂ കേട്ടോ ഇത് വെച്ചിട്ട്. ഇത്രയും വലിയതായിട്ടുണ്ട്. ഒത്തിരി കായകളുണ്ട് കേട്ടോ. ഇപ്രാവശ്യമാണ് കൂടുതൽ കായ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ വർഷമൊക്കെ കുറച്ച് കായകളായിരുന്നു കേട്ടോ. അന്ന് ഇത്രയും തൈ വലുതായിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇത്രയും വലുതായത് കൊണ്ടാണ് ഇതിൽ കൂടുതൽ കായ ഉണ്ടായത് എന്ന് എനിക്ക് തോന്നുക. കാരണം ഇതിൽ വേറെ വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കലുള്ളൂ. ഇത് വാങ്ങി 1 വർഷം കൊണ്ട് തന്നെ അതിൽ കായൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കായ ചെറുതാണ് ഫസ്റ്റ് ഉണ്ടായതൊക്കെ, എന്നാലും ഇപ്പൊ കുഴപ്പമില്ല, അത്യാവശ്യം വലുതായി വരുന്നുണ്ട്. മരം തൈ വലുതാകുന്നതിനനുസരിച്ച് കായം വലുതായി വരുന്നുണ്ട് കേട്ടോ. കിലോ പേര എന്ന ഇനത്തിൽപ്പെട്ട ഒരു പേരക്കാണ് കേട്ടോ നമ്മുടെ ഈ തൈ. ചെറിയ ഈ ഒരു കമ്പിന്റെ അത്രയൊക്കെ വലുപ്പമുള്ള ചെറിയ തൈയായിരുന്നു കൊണ്ടുവന്നപ്പോ. അത് ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് ഉറപ്പില്ലായിരുന്നു കേട്ടോ. ഇപ്പൊ ഇത്ര 2-3 വർഷം കൊണ്ടാണ് ഇപ്പൊ ഇത്രയും വലുതായിട്ടുള്ളത്. ഒത്തിരി കായകളുണ്ട്. ഈച്ചകൾ പ്രാണികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കംപ്ലൈന്റ് ആവുന്നുണ്ട്. ഇതുപോലെ കവറിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈച്ചയും പ്രാണികളൊന്നും ഇരിക്കാണ്ട് കുത്തൊന്നും വീഴാണ്ട് തന്നെ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കവറിലാക്കി കൊടുത്തിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റ് ആണ്. ഉള്ളിൽ വൈറ്റ് കളർ ഉള്ളതാണ്. നമുക്ക് വലിയതായി കിട്ടുകയും ചെയ്യും. നല്ലോണം പഴുത്തിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഒരു 3 പേരക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 കിലോയോളം വരുന്നുണ്ട് കേട്ടോ. അത്രയും വലിയ പേരക്ക ആവുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ജ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ചിക്കും ഈ പേരക്ക വെച്ചിട്ടാണ്. ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇത് രണ്ടും കൂടെ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി അടിച്ചു വെക്കുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇത്രയും സപ്പോർട്ടേ ഒരു പേരക്കാണ് കേട്ടോ നമ്മളെ മരത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. വിഷം ഇടാതെ കിട്ടിയതല്ലേ. അപ്പൊ മക്കൾക്ക് ജ്യൂസ് അടിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട്, നിർബന്ധം പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് ജ്യൂസ് അടിച്ചെടുക്കണം കേട്ടോ. പേരക്ക സപ്പോർട്ട വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ജ്യൂസ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. പിന്നെ പഞ്ചസാര ചേർക്കാറില്ല ജ്യൂസിൽ. മക്കൾക്ക് കൊടുക്കുമ്പോഴായാലും ഇതിന്റെ ഓൾറെഡി ഉള്ള മധുരത്തിൽ തന്നെ കഴിക്കലാണ് പതിവായിട്ടുള്ളത്. പഞ്ചസാര കൂടുതലായിട്ട് മധുരം വേണം എന്നുള്ളവർക്ക് മാത്രം പഞ്ചസാര കുറച്ചും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. പാകത്തെ പഴുപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേനൽക്കാലത്ത് ഉണ്ടായതുകൊണ്ടാണ് നല്ല മധുരമുണ്ട് പേരക്കൊക്കെ. നമ്മൾ സപ്പോർട്ടിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഓവറായിട്ട് പഴുത്തു പോയിട്ടില്ല. അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള മധുരത്തിന്റെ ആണ് കേട്ടോ. കുത്തുന്ന മധുരം ആയിട്ടില്ല. അപ്പൊ അതിന്റെ കുരൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ പേരക്കെ സപ്പോർട്ടിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല തണുത്ത പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. പേരക്കയില് നല്ല കുരുണ്ട് കേട്ടോ. ജ്യൂസ് പേരക്ക ബേബിക്കും അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് പേരക്കയും സപ്പോർട്ടയും വെച്ചിട്ടൊരു മിക്സ് ജ്യൂസ് തയ്യാറാക്കുന്നത്. ഇത് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പഞ്ചസാര ചേർത്തിട്ടില്ല. ഇവിടെ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ അധികം പഞ്ചസാര ചേർക്കാണ്ട് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാവുന്നതാണ്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് റഹീസ് ലൈഫ്.